മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്താൻ സമിതികളെ നിയോഗിച്ചതായും പുനഃസംഘടന അനിവാര്യമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. The CWC also acknowledged the party performance in Haryana has been contrary to all expectations. Very simply, INC should have formed the government in the state by a convincing margin, but it didn't. But there have been electoral malpractices that have influenced the result in the state, which have been overlooked. The CWC also accepted that the party performance, as indeed that of its MV allies in Maharashtra, has been inexplicable and is in fact shocking. The electoral outcome is beyond normal understanding. It appears to be a clear case of targeted manipulation. CWC expresses its hope and confidence that the Congress President will complete the detailed state-wise review soon and take the necessary follow-up action. വിനീത വിജി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, നമസ്കാരം. പറയൂ വിനീത, എന്തൊക്കെയാണ് നമുക്ക് AICC ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു. അതേ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്നുവെങ്കിലും ഒരു കടുത്ത പരാജയത്തിലേക്കടക്കം പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ പ്രവർത്തക സമിതി യോഗം ഡൽഹി AICC ആസ്ഥാനത്ത് ചേർന്നിട്ടുണ്ടായിരുന്നത്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചില രൂക്ഷ വിമർശനങ്ങളൊക്കെ അടക്കം ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ആ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞൊരു കാര്യം, ഈ മാറ്റങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് ഈ ചില മാറ്റങ്ങൾ കൂടി കൊണ്ടുവരേണ്ടി വരുമെന്നാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് അത് കണക്ക് കൂട്ടലുകളെ അപ്പാടെ തെറ്റിച്ചുവെന്നും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉണർവിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ഈ CWCയുടെ ഈ സമിതി യോഗത്തിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നത്. അതിൽ KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തുന്നതിന് വേണ്ടി പ്രത്യേകം സമിതികളെ നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ക്രമക്കേട് നടന്നുവെന്നാണ് പറയുന്നത്. ഇന്ന് കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നുവെന്നും ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നും പറയുന്നുണ്ട്. ഈ പുനഃസംഘടന അനിവാര്യമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുക. അത് മല്ലികാർജ്ജുൻ ഖാർഗെയും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു മാറ്റം അത് വേണ്ടതാണെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പുനഃസംഘടനയ്ക്കടക്കം കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം അത് പാർട്ടിക്ക് വലിയ ഉണർവായി എന്നും കരുതുന്നുണ്ട്. പക്ഷെ അതേസമയം ഏറെ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്ന ഹരിയാനയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നതെങ്കിലും അതും പരാജയത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിച്ചിരുന്നത്. ഇതിന് പിന്നെ ഒരു വലിയ അട്ടിമറി ഉണ്ടെന്നാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയിട്ടുള്ളത്. താങ്ക് യു വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. വിശ്വനാഥൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ തട്ടിപ്പിൻ്റെ വാർത്ത 24 തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വാർത്തയ്ക്ക് പിന്നാലെ നമ്മുടെ ആളുകളുണ്ട്.